നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാർച്ച് 31 മുതൽ ഏപ്രിൽ 15 വരെ വളരെ അപൂർവമായൊരു യോഗം മീനം രാശിയിൽ സംഭവിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുന്നു. കൂടാതെ 5 ഡിഗ്രിക്ക് ഉള്ളിലാണ് ഇവരുടെ നിൽപ്പ്. അതിനാൽ തന്നെയും ഈ ഗ്രഹയോഗം എല്ലാ രാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗ്രഹയോഗത്തിൽ ബുധന് നീചവും ശുക്രന് ഉച്ചരാശിസ്ഥിതിയും ഉണ്ട്. കൂടാതെ ശത്രുഗ്രഹങ്ങളായ സൂര്യനും ശനിയും കൂടി മീനത്തിൽ യോഗം ചെയ്യുന്നു. പൊതുവെ ഒരു ദോഷകരമായ യോഗമാണ് ഇതെങ്കിലും 4 രാശിക്കാർക്ക് ഈ യോഗം അത്യുന്നതങ്ങളായ ഫലങ്ങളെ നൽകുന്നതാണ്. 4 രാശിക്കാരെ ഈ വീഡിയോയിൽ പിന്നീട് പറയുന്നതാണ്. അതിനു മുൻപായി ജ്യോതിഷപരമായി ഈ ഗ്രഹയോഗം പൊതുവെ ലോകജാതകം പരിഗണിക്കുമ്പോൾ ജനങ്ങൾക്ക് പലവിധേന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കൂടാതെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നതിനും പലവിധേന കൊലപാതകങ്ങളും കൊള്ളിവയ്പും ഭൂചലനങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിനും ഇടയാകും. നമ്മുടെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി അച്ചടക്കം വരുത്തുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതാണെങ്കിൽ പോലും അപ്രകാരം ഉണ്ടായാൽ ഉടനടി ചികിത്സ തേടുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. കൂടാതെ ബന്ധുക്കളോടൊത്ത് ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്നതിനായി ശ്രമിക്കുക. അതല്ലെങ്കിൽ പലവിധേന ബന്ധുക്കളോടൊത്ത് കലഹങ്ങൾ ഉണ്ടാകുന്നതിനും തനിക്ക് പിന്നീടുള്ള സഹായങ്ങൾ ലഭിക്കാതിരിക്കുന്നതിനും ഒരു പക്ഷേ ഇടയായേക്കാം. ഓരോരുത്തരുടെയും ജാതകഫലം വ്യത്യസ്തമാണെങ്കിലും ഇതൊരു പൊതുഫലമായതിനാൽ ഇത് എല്ലാവരെയും ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ രാശി ഏതാണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും AM PM അടക്കം ഇവിടെ കമന്റ് ചെയ്താൽ ഞങ്ങൾ രാശി കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. കൂടാതെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ചതുർഗ്രഹ യോഗം ശരിക്കും പഞ്ചഗ്രഹ യോഗമാണെങ്കിലും രാഹുവിനെ ഒരു ഗ്രഹമായിട്ട് കണക്കാക്കാത്തതിനാൽ ചതുർഗ്രഹ യോഗം എന്ന് പറയുന്നതാകും ശരി. ഈ ഗ്രഹയോഗത്തിന്റെ പ്രഭാവം നിമിത്തം ലോട്ടറി മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളിലൂടെയും ജോലി, വിദേശയാത്ര മുതലായ മാർഗങ്ങളിലൂടെയും മഹത്തായ രാജയോഗം നേടാൻ പോകുന്ന 4 രാശിക്കാരെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിലാദ്യമായി മകരം രാശിക്കാരാണ്. ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർ, തിരുവോണം നക്ഷത്രക്കാർ, അവിട്ടത്തിന്റെ 1, 2 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ. മകരക്കൂറുകാർക്ക് സൂര്യൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ്. അതിനാൽ തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതുമാണ്. ഇവർക്ക് അപ്രതീക്ഷിതമായി പുതിയ വീട് പണിയുന്നതിനോ അതല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നതിനോ സാധിക്കും. അത്തരം കാര്യങ്ങൾക്കായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും വേണ്ട രീതിയിൽ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ ഇവർക്ക് സംജാതമാകും. ആരോഗ്യപരമായി ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യം ലഭിക്കുന്നതിനും ശത്രുശല്യം മാറി ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ഗ്രഹയോഗം ഇവരെ പ്രാപ്തരാക്കുന്നു. ഗ്രഹയോഗത്തിലെ ശുക്രസ്ഥിതി നിമിത്തം ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതാണ്. തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും തന്റെ കീഴിൽ വരുവാൻ ഇടയാകും. കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കും. പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ്. കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും. ഈ സമയങ്ങളിൽ വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമായതിനാൽ വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്കും നടക്കാത്തവർക്കും അത് നടത്തുന്നതിന് സാധിക്കുന്നതാണ്. പ്രേമസാഫല്യവും മറ്റും വളരെ എളുപ്പത്തിൽ ഈ കാലഘട്ടത്തിൽ സാധ്യമാകും. ശനിയുടെയും രാഹുവിന്റെയും സ്ഥിതി നിമിത്തം
ലോട്ടറി, ഷെയർ മാർക്കറ്റ്, സ്ഥലക്കച്ചവടം മുതലായവയിൽ നിന്നും വളരെ കാലം നീണ്ടു നിൽക്കുന്ന ധനഭാഗ്യവും മറ്റും ഇവർക്ക് ലഭിക്കും. വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹം സഫലമാവുകയും നല്ല ജോലിയോടുകൂടി വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസം ഉറപ്പിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധിക്കും. കുറെ കാലമായി ബുദ്ധിമുട്ടിച്ചിരുന്ന വാതരോഗത്തിന് ശമനം ലഭിക്കുകയും ശരീരം കൂടുതൽ സുന്ദരമായി മാറുകയും ചെയ്യും. മുട്ട് സംബന്ധമായോ മറ്റോ ഉണ്ടായിരുന്ന നടക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം ഈ കാലഘട്ടത്തിൽ മാറിപ്പോകുന്നതാണ്. കൃഷി, ഫാമിംഗ് മുതലായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ ലാഭമുണ്ടാകുന്നതിനും തന്റെ ബിസിനസ് നല്ല രീതിയിൽ വിപുലീകരിക്കുന്നതിനും ഇവർക്ക് സാധിക്കും. എത്ര വലിയ ഭീരുവായിരുന്നാലും ഈ കാലഘട്ടത്തിൽ ധീരതയോടെ ശത്രുക്കളെ കീഴടക്കുകയും ചെയ്യും. ഈ ഗ്രഹയോഗത്തിൽ ഉൾപ്പെടുന്നതല്ലെങ്കിലും ചൊവ്വയുടെ ഈ സമയത്തെ ഗ്രഹസ്ഥിതി നിമിത്തം ഇവരുടെ ശത്രുക്കളെല്ലാം നിഷ്പ്രഭരായി തീരുന്നതാണ്. ഇവർക്ക് അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞുകിടക്കുന്ന നിധി മുതലായ വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും. ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും കാരണമാകുന്നതാണ്. വ്യാഴസ്ഥിതി നിമിത്തം ഇവർക്ക് സകലവിധ സൗഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹവും സിദ്ധിക്കുന്നതാണ്. ആത്മീയപരമായും ഉപാസനാപരമായും ഇവർക്ക് കൂടുതൽ ഉന്നതി ഉണ്ടാകുകയും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇടവരികയും ചെയ്യും. ദേവാലയ സംബന്ധമായി പണം ചിലവഴിക്കുന്നതിനും പുണ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി ഇടവം രാശിക്കാർ. കാർത്തികയുടെ 2, 3, 4 എന്നീ നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ, രോഹിണി നക്ഷത്രം കൂടാതെ മകീരം നക്ഷത്രത്തിന്റെ ആദ്യ 2 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ. ഇടവം രാശിക്കാർക്ക് ഈ പഞ്ചഗ്രഹ യോഗം 11ാം ഭാവത്തിലാണ് രൂപപ്പെടുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് ഏറ്റവും ശ്രേയസ്കരമായ കാലഘട്ടമാണിത്. മറ്റേത് രാശിക്കാരെക്കാളും ധനപരമായും സൗഭാഗ്യം കൊണ്ടും ഏറ്റവും ഉന്നതിയിലെത്തുക ഇടവം രാശിക്കാരാണ്. കൂടാതെ ജന്മരാശിയുടെയും പലവിധ ലാഭങ്ങളുടെയും അധിപന്മാരായ വ്യാഴവും ശുക്രനും പരസ്പരം രാശി മാറി നിൽക്കുന്നത് ഇവർക്ക് ഏറ്റവും സൗഭാഗ്യകരമാണ്. ഇവർക്ക് ഉറപ്പായിട്ടും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യമോ മറ്റ് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളോ ലഭിക്കുന്നതിന് ഇടയാകും. 11ാം ഭാവത്തിലെ രാഹുസ്ഥിതി ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൽ തെറ്റായി കരുതപ്പെടുന്ന തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പോലും ഈ കാലഘട്ടത്തിൽ ഏറെ സൗഭാഗ്യകരമായ സ്ഥിതി കടന്നുവരുന്നതാണ്. ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നതിന് ഇടയാകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ്സും മറ്റും തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. ഏതൊരു കാര്യം ചെയ്താലും അതിൽ പരിപൂർണ വിജയം സിദ്ധിക്കുകയും ഇവർ തൊട്ടതെല്ലാം പൊന്നാവുകയും ചെയ്യും. ശുക്രൻ 11ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായൊരു കാലഘട്ടമാണിത്. കൂടാതെ ശനി കൂടി ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി ഇത് മാറുന്നതാണ്. ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും. ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിന് സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യവും കൂടാതെ ഷെയർ മാർക്കറ്റ്, വസ്തുക്കച്ചവടം മുതലായ അനായാസമായി ധനം സമ്പാദിക്കാൻ പറ്റുന്ന മാർഗങ്ങളിലൂടെയും ഇവർക്ക് മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ്. വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിന് ഇടയാകും. ഗൃഹത്തിൽ നിലനിന്നിരുന്ന കുടുംബ കലഹവും മറ്റും നീങ്ങുകയും ഭാര്യ സ്വത്ത് കൈവരുന്നതിന് ഇടയാവുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ജോലിക്ക് ശ്രമിക്കുന്ന ഇടവക്കൂറുകാരുടെ ഭാര്യമാർക്ക് വളരെ അനായാസം മികച്ച ജോലി ലഭിക്കുന്നതിനും സർക്കാർ സർവീസിൽ കയറുന്നതിനും ഇടയാകുന്നതാണ്. സൂര്യൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ്. സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും.
ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും. ജോലിസ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും. തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരും. തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ്. മദ്യപാനം, പുകവലി, ചീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ കാലഘട്ടം അനുകൂലമാണ്. ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. ഇവരുടെ ആരോഗ്യസ്ഥിതി മുൻപുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെടുന്നതാണ്. ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാൻ ഇടയാകും. ശനിസ്ഥിതി നിമിത്തം ശത്രുശല്യം കുറഞ്ഞിരിക്കും. കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ്. അസംഘടിത മേഖലയിലും നിർമ്മാണ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രസ്തുത സമയം വളരെ നല്ല കാലഘട്ടമായിരിക്കുന്നതാണ്. 11 ശനിസ്ഥിതി നിമിത്തം വളരെ കാലം നീണ്ടു നിൽക്കുന്ന ധനയോഗത്തെ പറയാവുന്നതാണ്. ഈ ഗ്രഹയോഗത്തിൽ ഉൾപ്പെടുന്നതല്ലെങ്കിലും ഈ കാലഘട്ടത്തിലെ ചൊവ്വയുടെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ്. രക്തസംബന്ധിയായുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതും പല രീതിയിലുള്ള ദ്രവ്യലാഭം സിദ്ധിക്കുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ കൈവശം വരുന്നതിനും സാധ്യതയുള്ള സമയമാണിത്. പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനും സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിയിടുന്നതിനുമെല്ലാം ഈ സമയത്ത് ഇടയാകുന്നതാണ്. അടുത്തതായി തുലാം രാശിക്കാർ. ചിത്തിരയുടെ 3, 4 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ, ചോതി നക്ഷത്രക്കാർ, കൂടാതെ വിശാഖത്തിന്റെ ആദ്യ 3 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ. മൂന്നാമതായി ഈ ഗ്രഹയോഗത്താൽ അപ്രതീക്ഷിത ധനനേട്ടം ലഭിക്കാൻ പോകുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ. തുലാം രാശിക്കാർക്ക് പാപഗ്രഹങ്ങളെല്ലാം 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് പല വിധേന ധനനേട്ടം ലഭിക്കുന്നതാണ്. കടം വാങ്ങി ബിസിനസ് ചെയ്യുന്നതിനും തിരിച്ചു കിട്ടാത്ത ധനം തിരിച്ചു ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ്. ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവർക്ക് ഈ ഗ്രഹയോഗ സമയത്ത് സിദ്ധിക്കും. കൂടാതെ വിദേശത്തേക്ക് പോകുന്നതിന് അവസരങ്ങൾ ഉണ്ടാവുകയും വിദേശത്ത് സാമ്പത്തികമായി വളരെ നേട്ടമുള്ള ജോലി ലഭിക്കുന്നതിന് ഇടയാവുകയും ചെയ്യുന്നതാണ്. കടം വാങ്ങി സ്വന്തം മക്കളെ വിദേശത്തേക്ക് അയക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകും. ഇതുവരെ ഇവരെ വട്ടം കറക്കിയിരുന്ന ശനി പ്രസ്തുത സമയം 6ാം ഭാവത്തിൽ യോഗപ്രദനായി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ തന്നെയും ശത്രുശല്യം ഇവർക്ക് കുറഞ്ഞിരിക്കും. ഈ കാലഘട്ടം വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ്. രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ചൊവ്വ 10ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ്. യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത്. ചൊവ്വ 21ാം തീയതിയോടുകൂടി വക്രം പ്രാപിച്ച് മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. മിഥുനം രാശി ഇവർക്ക് 10ാം ഭാവമായതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. കൂടാതെ പോലീസ്, പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ്. ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ബുധൻ 6ാം ഇടത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും. ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ ഇവർക്ക് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം സാധിക്കും. മാത്രമല്ല പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും വളരെ അനുയോജ്യമായ കാലഘട്ടമാണിത്. പണം കടമെടുത്ത് പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും ചൂതാട്ടം മുതലായ സമൂഹത്തിൽ മാന്യമല്ല എന്ന് കരുതുന്ന തൊഴിലുകളിൽ ഏർപ്പെടുന്നതിനും അതിൽ നിന്ന് പോലും ഇവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. രാഹുവിന്റെ 6ാം ഭാവത്തിലെ സ്ഥിതി തുലാക്കൂറുകാർക്ക് ഏറ്റവും ഗുണപ്രദമാണ്.
അതിനാൽ തന്നെ സമൂഹത്തിൽ നിന്ദ്യം എന്ന് കരുതുന്ന പല പ്രവർത്തനങ്ങളിലും ഇറങ്ങിപ്പുറപ്പെടുന്നതിന് ഇടയാകുന്നതാണ്. കൂടാതെ സിനിമാ സംവിധാനം, പരസ്യചിത്രങ്ങൾ, സർഗാത്മകത ആവശ്യമുള്ള മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രസ്തുത യോഗം വളരെയധികം ഗുണപ്രദമാണ്. എല്ലാ ഐശ്വര്യങ്ങളും രാഹു നൽകുന്നതാണ്. രോഗവും കടങ്ങളുമെല്ലാം തീരുകയും സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞ് ശരീരത്തിന് സൗന്ദര്യവും ഓജസ്സും ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. രാഹു അനുകൂലസ്ഥനായതിനാൽ വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സാ രീതിയും അവലംബിച്ചാൽ കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രഭാഗ്യം ഉണ്ടാകുകയും മക്കളെ കൊണ്ട് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരികയും ചെയ്യും. കൂടാതെ ലഭിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ലാത്ത ധനം തിരികെ ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും. ഒരു പക്ഷേ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി മിഥുനം രാശിക്കാർ. മകീരത്തിന്റെ 3, 4 എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ, തിരുവാതിര നക്ഷത്രക്കാർ, കൂടാതെ പുണർദത്തിന്റെ ആദ്യ 3 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ. ഈ പഞ്ചഗ്രഹ യോഗത്തിന്റെ പ്രഭാവം നിമിത്തം കോടീശ്വരന്മാരാകാൻ യോഗമുള്ള 4ാമത്തെ രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. മിഥുനം രാശിക്കാർക്ക് ഈ ഗ്രഹയോഗങ്ങളെല്ലാം 10ാം ഭാവത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതിനും ഷെയർ മാർക്കറ്റ് മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ഊഹക്കച്ചവടങ്ങളിലൂടെയും മറ്റും മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. തിരിച്ചു കിട്ടാതെ മുടങ്ങിപ്പോയിരുന്ന കടവും മറ്റും തിരികെ ലഭിക്കുന്നതിനും അപ്രതീക്ഷിത ധനലാഭത്താൽ പണയത്തിൽ വെച്ചിരിക്കുന്ന വസ്തുവും മറ്റും തിരിച്ചെടുപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. ബുധന്റെ 10ാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും. ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യാഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിനും ഈ യോഗം നിമിത്തം ഇടയാകുന്നതാണ്. ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിത വരുമാന നേട്ടം ഉണ്ടാകുകയും ലോട്ടറി, ഷെയർ മാർക്കറ്റ്, സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നും നീണ്ടു നിൽക്കുന്ന ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും. സൂര്യന്റെ സ്ഥിതിയും ഇവർക്കേറെ ശ്രേഷ്ഠമാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനും തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. സൂര്യസ്ഥിതി നിമിത്തം പിതൃസ്വത്ത് കൈവരാൻ അവസരമുണ്ടാകും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. വീട്ടിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരമുണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ഇവർക്ക് അത്യധികമായ വിജയവും സിദ്ധിക്കും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ കിട്ടുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട സമയമാണിത്. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കൂടാതെ കലാകാരന്മാർക്കും കർഷകർക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അവിടെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും ബന്ധുജനങ്ങളുടെ സഹായത്തോടെ വിദേശത്ത് പോകുന്നതിന് സാധിക്കുകയും ചെയ്യും. ശനി, സൂര്യൻ, രാഹു, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളെല്ലാം 5 ഡിഗ്രിക്കുള്ളിൽ വരുന്നതിനാൽ ഈ പ്രതിഭാസം വളരെ ശക്തമായിരിക്കും. ഈ ഗ്രഹയോഗത്തിന്റെ ഫലങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തെ ആശ്രയിച്ചിരിക്കും. മറ്റ് രാശിക്കാർക്കെല്ലാം അത്ര അധികം മോശം സമയമാണ് ഈ ഗ്രഹയോഗം നൽകുന്നത് എങ്കിൽ കൂടി ഇതിൽ പറഞ്ഞ 4 രാശിക്കാർക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഫലത്തെ നൽകുന്നതാണ്. ഈ ഗ്രഹനിലയുടെ ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ
കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.